ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമ്മളോട് പറയാണ്, നിൻ്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആകണം. ഇന്ന് നീ ജോലിക്ക് പോകുമ്പോൾ, അതുമല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ, വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ, മറ്റേതെങ്കിലും വിധത്തിൽ നന്മ ചെയ്യുമ്പോൾ, എന്തു ചെയ്താലും ദൈവത്തെ ഓർത്തുകൊണ്ട് ചെയ്യണം. എൻ്റെ കർത്താവിനോട് ചേർന്ന് നിന്ന് ചെയ്യണം. ഇനി ആശുപത്രി പോവുകയാണോ, ഡോക്ടറെ കാണാനാണ് പോകുന്നതെങ്കിലും ദൈവത്തെ കൂടെ പോകണം. ദൈവവിചാരത്തോടു കൂടി ആശുപത്രി പോകണം. കടബാധ്യത, ഞെരുക്കങ്ങളെല്ലാം ദൈവത്തെ ഓർത്ത്, കർത്താവേ അവിടെ നിന്നെ സഹായിക്കും. ഈ വിചാരം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൽ 6-ാമത്തെ ലിഖിതം, നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. കണ്ടോ? അങ്ങനെ ദൈവവിചാരത്തോടെ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വഴി തെളിച്ചു തരും. ഈശോ ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയെ, അവരുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളൊക്കെ അവിടത്തേക്ക് അറിയാമല്ലോ. അവരെ വെറും കൈയോടെ പറഞ്ഞയക്കരുത്. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.